യുരീദുല്ലാഹു ബികുമുൽ യസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. പരിശുദ്ധ ഖുർആൻ പറയാൻ അല്ലാഹുവിന്റെ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റമളാൻ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധ റമളാൻ. ആ പരിശുദ്ധ റമളാനിൽ ഖുർആനിന്റെ ഖത്മുകൾ നിർവഹിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. ഖുർആനിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കണം. എന്നാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയുമോ? ആ ഖുർആൻ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. നാളെ സ്വർഗപ്രവേശനത്തിന് ഖുർആൻ ശുപാർശ പറയുന്നതാണ്. സ്വർഗീയ കവാടങ്ങൾ എന്ന് പറയുമ്പോൾ ആ സ്വർഗീയ കവാടത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള ശഫാഅത്ത് നൽകാനുള്ള അധികാരമുള്ളവരാണ്. പരിശുദ്ധ ഖുർആൻ അതിന് അർഹതയുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമഹ, അന്ത്യനാളിൽ ആ ഖുർആൻ വരുന്നതാണ്. ഷഫീഅൻ ലി അസ്ഹാബിഹി, അത് ഓതിയ ആളുകൾ ആരാണോ അവർക്ക് ശുപാർശയായി, അവർക്ക് റെക്കമെൻഡേഷനായി പരിശുദ്ധ ഖുർആൻ നാളെ അന്ത്യനാളിൽ വരുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ സമയം നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടതാണ് സ്വർഗ കവാടങ്ങളെ കുറിച്ച്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴികളെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് സ്വർഗം, സ്വർഗീയ ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ സ്വർഗത്തില് 8 കവാടങ്ങളുണ്ട് എന്നാണ്. 8 കവാടങ്ങൾ. ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബ്, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട് എന്നാണ്. അതിലൊരു കവാടത്തിന്റെ പേരാണ് റയ്യാൻ എന്ന കവാടം. റയ്യ എന്ന പദത്തിൽ നിന്നാണ് റയ്യാൻ ഉണ്ടായത്. റയ്യ എന്ന പദത്തിൽ നിന്നാണ് റയ്യാൻ എന്ന് പറയുന്ന വാക്കുണ്ടായത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് റയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേൾക്കാറില്ലേ? റയ്യാൻ എന്ന്. റൈഹാൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട്, അതൊരു പുഷ്പാൻ. ഇത് റയ്യാനാണ്. എന്താ റയ്യാൻ എന്ന് പറഞ്ഞാൽ? ദാഹശമനം എന്നാണ് അതിന്റെ അർത്ഥം. ദാഹശമനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടമാണത്. റസൂലുള്ള പറയാണ്, ആ കവാടത്തിലൂടെ ലാ യദ്ഖുലുഹു ഇല്ലസ്സായിമൂൻ, നോമ്പുകാർക്കല്ലാതെ ആ കവാടത്തിലൂടെ കടക്കാൻ സാധ്യമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഒരു കവാടമാണ് റയ്യാൻ. പക്ഷേ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ ലാ യദ്ഖുലുഹു ഇല്ലസ്സായിമൂൻ, നോമ്പുകാർക്കല്ലാതെ ആ കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയൂല. നോമ്പുകാർക്ക് സ്പെഷ്യലൈസ് ചെയ്ത കവാടമാണത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാൻ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെലവഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ കവാടങ്ങളിൽ ഒരു കവാടത്തിൽ നിന്ന് അവിടുന്ന് വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെടും, ഓ അടിമയെ, നിങ്ങൾ ഈ കവാടത്തിലൂടെ പ്രവേശിക്കലാണ് നല്ലത്. ആർക്ക്? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത ആൾക്ക്, ഒരു
അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്ത ആളോട് പറയുന്ന എന്താണ്? ഈ കവാടത്തിലൂടെ കടക്കൂ എന്ന് ആ സ്വർഗത്തിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ജിഹാദ് ചെയ്ത ആളുകളെ ജിഹാദിന്റെ കവാടത്തിൽ നിന്ന് വിളിക്കപ്പെടും. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ജിഹാദ് ചെയ്ത അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ ആളുകളെ ആ ജിഹാദിന്റെ കവാടത്തിൽ നിന്ന് വിളിക്കപ്പെടും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകളല്ലേ, ഘോര സമരങ്ങളിൽ പങ്കെടുത്തവരല്ലേ. അതുകൊണ്ട് ഈ കവാടത്തിലൂടെ കടക്കൂ. നിസ്കാരക്കാർക്ക് ഒരു കവാടമുണ്ട്. ആ കവാടത്തിലൂടെ കടക്കാൻ വേണ്ടി നിസ്കാരക്കാരോട് പറയും. നിസ്കാരക്കാര കവാടത്തിലൂടെ വിളിക്കപ്പെടും. നോമ്പുകാര കവാടത്തിലൂടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടും. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച, ദാനം ചെയ്ത, ധർമ്മം ചെയ്തതായ ആളുകളെ ധർമ്മ കവാടത്തിലൂടെ വിളിക്കപ്പെടും. അപ്പോൾ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫിദാക ബി വമ്മി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഭാവന്മയും എൻ്റെ വാപ്പയും അങ്ങേക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ധാരാളം സമർപ്പിച്ചാൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ എല്ലാ കവാടങ്ങളിലൂടെ അബൂബക്കറെ നിന്നെ വിളിക്കപ്പെടും. ഇനി സ്വർഗീയ കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർഗീയ കവാടങ്ങളിൽ കടക്കാൻ കഴിയും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, സ്വർഗപ്രവേശനം സാധ്യമാകുന്ന 5 മാർഗങ്ങളെ കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട്. അതിലൊന്ന് അയംനാ നഫ്സഹു മിനൽ മആസി, ഒരാൾ അവന്റെ ശരീരത്തെ തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന്, ദുർമാർഗങ്ങളിൽ നിന്ന്, എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. ശരീരത്തെ തെറ്റുകളിൽ നിന്ന് തടുത്തു വെക്കുക. നോമ്പുകാരൻ ഉണ്ടാകേണ്ട ക്വാളിറ്റി അതാണ്. നോമ്പുകാരൻ ഉണ്ടാകേണ്ട വിശേഷണം അതാണ്. ഒരു നോമ്പുകാരൻ നോമ്പ് മൂലം അവൻ നേടിയെടുക്കേണ്ടത് ആത്മനിർവൃതിയാണ്, ആത്മസംതൃപ്തിയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, പരിശുദ്ധ റമദാനിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്തിനാൻ? കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് എങ്ങനെയാണോ വ്രതം നിർബന്ധമാക്കപ്പെട്ടത് അതുപോലെ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ വൈതെറ്റാനല്ല, നിങ്ങൾ ശണ്ട കൂടാനല്ല, നിങ്ങൾ കലഹം ഉണ്ടാക്കാനല്ല, അക്രമവും അയിഞ്ഞാട്ടം ഉണ്ടാക്കാനല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവരാവാൻ വേണ്ടി, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് പരിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അപ്പൊ നോമ്പ് നോറ്റ ആൾക്ക് ആ നോമ്പ് മൂലം അവന് ലഭിക്കുന്നത് തഖ്വയാണ്, ഭയഭക്തിയാണ്. നോമ്പ് മൂലം തഖ്വയാണ് അയാൾക്കുണ്ടായിത്തീരുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹനെ പേടിക്കുക. അല്ലാഹനെ പേടിക്കലാണ് തഖ്വ. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹില്ലാഹ്, അല്ലാഹുവിന്റെ ആജ്ഞകൾ ശിരസാ വഹിക്കുക, അല്ലാഹുവിന്റെ വിലക്കുകൾ അതുപോലെ പ്രവർത്തിക്കുക. അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, അല്ലാഹു ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യുക. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത, അതീവ സൂക്ഷ്മത ഉണ്ടാവണം. തഖ്വ, അതീവമായ തഖ്വ ഉണ്ടാവണം. ഇവിടെയാണ് വിജയം. മുത്തഖീങ്ങളുടെ ലക്ഷണം അതാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ അല്ലാഹുവിൽ ഭയം പരമേൽപ്പിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളാണ് മുത്തഖി. മദ്ഹബിന്റെ ഇമാമായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, എത്ര വലിയ മഹാനായിരുന്നു മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ നുഅ്മാൻ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ. എത്രമാത്രം പാണ്ഡിത്യമുള്ള മഹാനാണ്. പക്ഷേ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങള് അവിടുന്ന് ശിഷ്യന്മാരോടൊന്നിച്ച് ഒരിക്കലിങ്ങനെ ഒരു നല്ല നട്ടുച്ച നേരത്ത് നല്ല അസഖ്യമായ ചൂടുണ്ട്.
നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ആ സമയത്ത് ശിഷ്യന്മാരോടൊത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. ചൂട് കാരണം ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദേ ഇതാ ഇവിടെ കെട്ടിടമുണ്ട്, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഈ ബിൽഡിങ്ങിന്റെ തണലത്തേക്ക് നമുക്ക് അല്പനേരം നിൽക്കാം, എന്നാൽ നമുക്ക് ഈ വെയില് കൊള്ളണ്ടല്ലോ, നമുക്കല്പം ആശ്വാസം ലഭിക്കുമല്ലോ, നമുക്കല്പം ഈ കെട്ടിടത്തിന്റെ മറവിൽ വിശ്രമിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ ഇമാം അബു ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ആ ബിൽഡിങ്ങിന്റെ ഉടമ എനിക്ക് ചില കാശ് തരാനുണ്ട്, പൈസ തരാനുണ്ട്. അയാളുടെ ആ കെട്ടിടത്തിന്റെ മറവിൽ പോയി നിന്നുകൊണ്ട് ഞാൻ ആ തണല് ആസ്വദിച്ചു കഴിഞ്ഞാൽ ഈ വിയർപ്പിനെയും ഈ വെയിലിനെയും ഈ അസഖ്യമായ ചൂടിനെയും തടുക്കാൻ വേണ്ടി ആശ്വാസം കണ്ടെത്തി ആ തണലിൽ പോയി ഞാൻ നിന്നാൽ അയാൾ എന്റെ കടം വിട്ടാത്ത കാലത്തോളം ഞാൻ അയാളുടെ ആ ബിൽഡിങ്ങിന്റെ തണൽ ആസ്വദിച്ചാൽ പോലും അതൊരു പലിശയായി പോകുമോ എന്ന് ചിന്തിച്ചു മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ വെയിൽ കൊള്ളുകയാണെന്ന് പറഞ്ഞ് മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ ആ ബിൽഡിങ്ങിന്റെ മറവിൽ നിൽക്കാതെ മാറി നിൽക്കുകയാണ്. അത്രമാത്രം സൂക്ഷ്മതയുടെ പര്യായമായി ഇമാമിങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, മഹാനായ റഈസുൽ മഹ്തക്കി കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതും വില കൊടുത്തതും അതിന്റെ എണ്ണം കൂടുതലാണ്. ഭാര്യയോട് പറഞ്ഞു, എന്നാൽ ആ മത്സ്യം ഇവിടെ കറി വെക്കേണ്ടതില്ല, കാരണം ഈ മത്സ്യം ഏറെ വന്നു വരാൻ കാരണം എന്താണ്? ഞാൻ ചോദിച്ചതിനല്ലേ അയാൾ തന്നത്, അയാൾ എന്തിനാണ് ഏറെ ഇട്ടത്? അതെന്റെ കണ്ണിയത്തിനും കുടുംബത്തിനും അത് ഹലാലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ മത്സ്യത്തിന്റെ പൊതി വാങ്ങിയിട്ട് മാർക്കറ്റിലേക്ക് പോയി ചോദിച്ചു, അല്ല എന്നോട് ഞാൻ എത്ര മത്സ്യമാ ചോദിച്ചത്? ഉസ്താദേ, ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെയാ, പക്ഷേ ഞാൻ അല്പം ഏറെ ഇട്ടിട്ടുണ്ട്, എന്നാൽ അത് എനിക്ക് കണ്ണിയത്തിനും കുടുംബത്തിനും അത് ഹലാലല്ല, നീ അത് പറയാത്ത കാലത്തോളം അതുകൊണ്ട് നീ ആ ഏറെ ഇട്ടത് എന്റെ തൃപ്തിയോടെയാണ്, സംതൃപ്തിയോടെയാണെന്ന് പറയൂ എന്ന് പറഞ്ഞതിന് ശേഷമാ ആ മത്സ്യം കണ്ണിയത്തിന്റെ കുടുംബം കഴിക്കുന്നത്. നോക്കണേ എന്റെ സഹോദരന്മാരെ, അത്രമാത്രം സൂക്ഷ്മത പുലർത്തിയ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നാമും നമ്മുടെ മക്കളുടെ അവസ്ഥയും എന്താണ്? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൂക്ഷ്മത എനിക്കോ നിങ്ങൾക്കോ പുലർത്താൻ സാധിക്കുന്നുണ്ടോ? അറിയുമോ? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു